വെൽക്കം ടു സ്റ്റഡി വിൻ PSC അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ഹോർട്ടിക്കൾച്ചർ. ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഹോർട്ടിക്കൾച്ചർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ PC മഹലോനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലോനോബിസ്. അവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി 44. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? ഓപ്ഷൻ എ വാഗൺ ട്രാജഡി. 1921 താഴെ പറയുന്നതിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2, 3. ശരിയായ ജോഡികൾ കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ. സൂചിപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും? ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറുപഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏതു പ്രദേശത്തെ? ഓപ്ഷൻ ബി അവധ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറുപഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏതു പ്രദേശത്തെ? അവധിനെ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ഓപ്ഷൻ ഡി ബാർലി, പയറുവർഗം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ബാർലി, പയറുവർഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം? ഓപ്ഷൻ ബി പശ്ചിമഘട്ടം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം പശ്ചിമഘട്ടം. തീപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഓപ്ഷൻ എ ഇന്ത്യ ബംഗ്ലാദേശ്. തീപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ഡി 1, 2 and 3. ശരിയായ പ്രസ്താവനകൾ: ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഉജ്ജീവനം പദ്ധതി. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്? ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 5. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5. പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം
താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ, സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സ്, അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾ, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർ. പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ, സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സ്, അഭയകിരണം നിരാലംബരായ വിധവകൾ, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർ. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥി. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? ഓപ്ഷൻ ബി -40 ഡിഗ്രി. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? -40 ഡിഗ്രി. ഇതിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ. ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത? ഓപ്ഷൻ സി വങ്കാരി മത്തായി. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത വങ്കാരി മത്തായി. ദ സീറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ഓപ്ഷൻ ഡി AJ ക്രോണിൻ. ദ സീറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? AJ ക്രോണിൻ. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഓപ്ഷൻ ഡി കാസർഗോഡ്. കേരളത്തിലെ ഏതു ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? കാസർഗോഡ്. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ രാജസ്ഥാൻ. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ബൈതർണി. ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ബൈതർണി. പമ്പാ നദിയുടെ പതനസ്ഥാനം? ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏത്? ഓപ്ഷൻ സി തെർമോസ്ഫിയർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി തെർമോസ്ഫിയർ. പർവേസ് മുഷറഫ് ഏത് രാജ്യത്തിന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു? ഓപ്ഷൻ ബി പാകിസ്ഥാൻ. പർവേസ് മുഷറഫ് ഏത് രാജ്യത്തിന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു? പാകിസ്ഥാൻ. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ ബി ഭൂപരിഷ്കരണം. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടുന്നവയാണ് സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. അതും കൂടെ ഓർത്തു വയ്ക്കുക. തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഓൾ ഓഫ് ദി എബോ. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ only 2. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ചുവടെ ചേർക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ ബി only 1 and 2. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്കാണ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുക. അതോർത്ത് വെച്ചോണേ. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ഓർത്ത് വെച്ചോണം. അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ഓക്കെ. അപ്പോൾ അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അതോർത്ത് വെച്ചോണേ. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി only 2 and 3. സംസ്ഥാന ലിസ്റ്റിൽ ജയിൽ, മദ്യം, വാണിജ്യം. കൺകറന്റ് ലിസ്റ്റ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. ഇന്ത്യൻ ഭരണഘടനയിലെ
3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത് ശരിയായ പ്രസ്താവന. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് ജയിൽ, മദ്യം, വാണിജ്യം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. ഇത് 2023 ചോദ്യപേപ്പറാണ്. അതനുസരിച്ച് ഇവിടെ ഓൾ ഓഫ് ദി എബോയാണ് കറക്റ്റ്. അതിൽ കറപ്ഷൻ വന്നത് ഞാനിപ്പോൾ കറക്റ്റ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. കേരള സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ഓർത്ത് വെച്ചോണം, കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ V രാമസുബ്രഹ്മണ്യനാണ്. അതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, ഡോക്ടർ S ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ്. ഡോക്ടർ S ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, മണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സസ്യങ്ങൾ. ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾ. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. DNA-യിൽ ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഓപ്ഷൻ ഡി ജീൻ മാപ്പിംഗ്. DNA-യിൽ ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ജീൻ മാപ്പിംഗ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് തൊണ്ടമുള്ള്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളാണ് ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം. അതും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ, ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏത്? ഓപ്ഷൻ സി ലിഗേഴ്സ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ലിഗേഴ്സ്. കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏത്? ഓപ്ഷൻ ബി കടൽ തീരത്ത്. വെള്ളായപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏത്? കടൽ തീരത്ത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര്? ഓപ്ഷൻ സി വള്ളത്തോൾ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര്? ഓപ്ഷൻ ഡി കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആര്? ഓപ്ഷൻ ഡി വിൻസെന്റ് വാൻ ഗോഗ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് വിൻസെന്റ് വാൻ ഗോഗ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതി ഏത്? ഓപ്ഷൻ സി കേരള ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതി ഏത്? കേരള ഹൈക്കോടതി. ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏത്? ഓപ്ഷൻ സി പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള പരുത്തി. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? ഓപ്ഷൻ ഡി നർമ്മദ. അറബിക്കടലിൽ പതിക്കുന്ന നദി നർമ്മദ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ഓപ്ഷൻ ബി ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. കേരളത്തിലെ ആദ്യത്തെ ധനമന്ത്രി സി അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ ധനമന്ത്രി സി അച്യുതമേനോൻ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി പത്തനംതിട്ട. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ധീരവനിത ആര്? ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ധീരവനിത അക്കമ്മ ചെറിയാൻ. ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തുമ്പ. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത്? നാണയങ്ങൾ അച്ചടിച്ചിറക്കൽ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടുന്നവയാണ് നോട്ട് അച്ചടിച്ചിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പ നിയന്ത്രിക്കൽ. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം? ഓപ്ഷൻ ഡി അക്ഷയ കേന്ദ്രങ്ങൾ.
ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം അക്ഷയ കേന്ദ്രങ്ങൾ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷപാളി ഏത്? ഓപ്ഷൻ ഡി ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹരിതഗൃഹ വാതകം ഏത്? ഓപ്ഷൻ സി കാർബൺ. ഹരിതഗൃഹ വാതകം കാർബൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? ഓപ്ഷൻ എ മുംബൈ ഹയ്യ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹയ്യ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഓപ്ഷൻ ബി ഡച്ച്. ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഡച്ച്. കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷിമന്ത്രി പി പ്രസാദ്. കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷിമന്ത്രി പി പ്രസാദ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഓപ്ഷൻ ഡി എം കെ മേനോൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ എം കെ മേനോൻ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് കോട്ടയം. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് കഴ്സൺ പ്രഭു. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ. രാജ്യസഭയുടെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആര്? ഓപ്ഷൻ ബി ലോകസഭാ സ്പീക്കർ. ലോകസഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? വർഗീസ് കുര്യൻ. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി വർഗീസ് കുര്യൻ. കൗഡില്യൻ ആരുടെ കൊട്ടാരത്തിലെ മന്ത്രിയായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ. കൗഡില്യൻ ആരുടെ കൊട്ടാരത്തിലെ മന്ത്രിയായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ലാല ലജ്പത് റായ്. പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ലാല ലജ്പത് റായ്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഇന്ത്യയുടെ തെക്കേയറ്റം ഏത്? ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനം കർണാടകം. ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനം കർണാടകം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂവ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂവ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം 1942. അക്ബർനാമ രചിച്ചത് ആര്? അബ്ദുൽ ഫസൽ. അക്ബർനാമ രചിച്ചത് അബ്ദുൽ ഫസൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് കാനിങ് പ്രഭു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറപാകിയ യുദ്ധം പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറപാകിയ യുദ്ധം പ്ലാസി യുദ്ധം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. ഉമാകേരളം രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉമാകേരളം രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി. കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം മണ്ണുത്തി. ഭക്രാതങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഭക്രാതങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ.
ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നുവന്ന മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം ചെറുകിട വായ്പ നൽകൽ. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നുവന്ന മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം ചെറുകിട വായ്പ നൽകൽ. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം ശ്രീലങ്ക. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം ശ്രീലങ്ക. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1924. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1924. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ: ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സിക്കിം, ടിബറ്റ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സിക്കിം, ടിബറ്റ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. മുതൽ ഹാൽദിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഗംഗ. അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗംഗ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം വിശാഖപട്ടണം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം വിശാഖപട്ടണം. അലോഹധാതുവിന് ഉദാഹരണം പെട്രോളിയം. അലോഹധാതുവിന് ഉദാഹരണം പെട്രോളിയം. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ലിട്ടൺ പ്രഭു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകന്റെ. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവ് ബീഗം ഹസ്രത്ത് മഹൽ. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവ് ബീഗം ഹസ്രത്ത് മഹൽ. റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് സിട്രിക് ആസിഡ്. ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് സിട്രിക് ആസിഡ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബാക്ടീരിയ. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അരേ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് KP കറുപ്പൻ. അരേ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് KP കറുപ്പൻ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത് സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് MN റോയ്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് MN റോയ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം ഏത്? വരയാട്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം വരയാട്. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി ഏത്? ICDS. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി ICDS.